അപ്സരയുടെ ഭർത്താവ് ആൽബി ഒരു വല്ലാത്തൊരു പൊളി സാധനമാണ്. ഒരു രസകരമായ മുഹൂർത്തങ്ങൾ പലതും തന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. അദ്ദേഹം അപ്സരയോട് പറയുന്നുണ്ട്, നീ ജിൻഡോയെ കണ്ടുപിടിക്കാൻ. അത് തന്നെ ജിൻഡോയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു. ഇപ്പം ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളും ജിൻഡോയെ പറ്റിയൊക്കെ പറയുമ്പം പലരുടെയും മുഖം ഒരുമാതിരി വല്ലാത്ത കടന്തൽ കൊത്തിയ അവസ്ഥയിലാണ്. പലപ്പോഴും ഇതൊന്നും പുറത്ത് കാണാൻ വേണ്ടി ജാസ്മിനൊക്കെ പിറുപിറുക്കുന്നുണ്ട്. ദേഷ്യമുള്ളിലൊതുക്കുകയാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ കടിച്ചു പൊട്ടിക്കുക, പല്ലെല്ലാം കൂടെ കടിച്ചു പൊട്ടിക്കുകയാണ്. നോറ, റസ്മിൻ ഇവരുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഞങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ജിൻഡോയുടെ എന്ന് ജാസ്മിനൊക്കെ എപ്പോഴും ഇരുന്ന് പറയുന്ന കേൾക്കാം, ജിൻഡോയുടെ ഗെയിം കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടത്തില്ല, അതുപോലെ ഭയങ്കര പുറത്ത് ഭയങ്കര പ്രതിഷേധം നടക്കും, അതുപോലെ ഇഷ്ടപ്പെടാത്തവരുടെ എണ്ണം കൂടും എന്നൊക്കെ ജാസ്മിൻ പലപ്പോഴും പറയുന്നത്. കഴിഞ്ഞ ടാസ്ക് നടന്നപ്പോഴും പറയും, തലയാണ്ട ടാസ്ക് നടന്നപ്പോഴും പറയും ജിൻഡോ ചെയ്തൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ഇവിടെ അകത്തുള്ള ഒരു ഗെയിമാണെന്നൊക്കെ പറയും, മികച്ച ഗെയിം എന്നൊക്കെ പറയുമ്പോഴും പുറത്തുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല, 100% ഉറപ്പാണെന്നൊക്കെ പറയുന്ന ജാസ്മിൻ്റെ മുന്നിൽ വരുന്ന വീട്ടുകാരും മൊത്തം ജിൻഡോയെ പൂഴ്ത്തി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേ ജാസ്മിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ജാസ്മിൻ അത് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജിൻഡോ കപ്പ് നേടുന്നതിന് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ജാസ്മിൻ ചെന്നെത്തിയിരിക്കുക. പിന്നെ ജാസ്മിൻ ഇനി എന്തൊക്കെ ചെയ്ത് കൂട്ടും എന്നൊന്നും അറിയില്ല. ജാസ്മിൻ എപ്പോഴും വിചാരിക്കുന്നത് ഈ പുറത്തുള്ള മത്സരാർത്ഥികൾ വരുമ്പം എന്നെ ഇപ്പം പൂഴ്ത്തി പറയും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴും ഈ ജിൻഡോയെ പൂഴ്ത്തുമ്പോഴാണ് ഒട്ടും മനസ്സിലാകാത്തത്. അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് ജാസ്മിനെ ചെന്ന് എത്തിക്കുന്നത്. അത് അവരുടെ മുഖഭാവത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും ജാസ്മിനെ എന്ത് കണ്ടിട്ടാണ് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതെന്നുള്ളതാണ്. ഈ സംസാരത്തിൻ്റെ ഭാഷയോ പല ഭാഷാ പ്രയോഗങ്ങളും മലയാള പ്രേക്ഷകർക്ക് തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഭാഷാപ്രയോഗങ്ങളാണ് ജാസ്മിൻ നടത്തുന്നത് എന്ന്. അതുപോലെ തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഓർക്കുമ്പോൾ ഗബ്രിയെ കൂട്ടിച്ചേർക്കാതെ ജാസ്മിനെ ഓർക്കാനേ പറ്റത്തില്ല. അതാണ് അവർ സംഭാവന ചെയ്തേക്കുന്ന കാര്യം. അല്ലാതെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ലാളിത്യം, അതുപോലെ നിഷ്കളങ്കത, ഓരോ ഗെയിമിലും കൊടുക്കുന്ന ഇതുണ്ടല്ലോ, തൻ്റെ 100% ഓരോ ഗെയിമിനും കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡൊക്കെയാണ് ഈ ജിൻഡോയെ ഏറ്റവും പ്രിയങ്കരനാക്കിയത്. ആ നിഷ്കളങ്കത ഞാൻ പറഞ്ഞില്ലേ, കോമഡിയൊക്കെ പറയാനുള്ള ഒരു കഴിവാണ്, ചിരിപ്പിക്കാനുള്ള കഴിവ്, അതൊക്കെ ജിൻഡോയ്ക്കുണ്ട്. അത് കുടുംബ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി. അതിപ്പം അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് വിചാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കുശുമ്പും അസൂയൊക്കെ ഉള്ളവർ ഒരു വശത്ത് മാറി ഇരുന്ന് അങ്ങോട്ട് കരയുക, അല്ലാതെ വേറെ ഒന്നും പറയാൻ